ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ് മലയാളം മീഡിയത്തിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് സ്വഭാവങ്ങളിലെ സമവ്യത്യാസങ്ങളെക്കുറിച്ചാണ്. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങൾ കാണിക്കുന്നില്ലേ? ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില സവിശേഷതകളും സന്താനങ്ങളിൽ കാണപ്പെടുന്നില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ പാരമ്പര്യമെന്നും വ്യതിയാനങ്ങളും എന്നാണ് പറയുന്നത്. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം. നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു വാക്കാണ് അല്ലേ, പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന്. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ. അതായത് പാരൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വരുന്ന സ്വഭാവങ്ങളെയാണ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. രണ്ട് വാക്കുകൾ പഠിച്ചിരിക്കേണ്ട വാക്കുകളാണ്. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണക്കാരാരാണ്? ജീനുകളാണ്. ജീനുകളുടെ കണ്ടെത്തലിലേക്ക് ശാസ്ത്രത്തെ നയിച്ച ചരിത്ര വഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതാണ് നമ്മളിനി നോക്കുന്നത്. പൂന്തോട്ടത്തിലെ ജനിതകശാസ്ത്രം. പൂന്തോട്ടത്തിലെ ജനിതകശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കും. ആദ്യം തന്നെ എന്താണ് ജനിതകശാസ്ത്രം എന്നുള്ളതാണ് പഠിക്കുന്നത്. നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ഒരു ഡെഫിനേഷനാണ്. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. എന്താണ് ജനിതകശാസ്ത്രം? ജീനുകളെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും വ്യതിയാനത്തെക്കുറിച്ചുമെല്ലാം പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഗ്രിഗർ ജോഹൻ മെൻഡൽ ആണ് നമ്മുടെ ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹം അത് പൈസം സറ്റൈവം എന്ന് പറയുന്ന തോട്ടപ്പയർ ചെടിയിൽ നിന്നാണ് ഈ വർഗസങ്കരണ പരീക്ഷണങ്ങളെല്ലാം നടത്തി ജനിതകശാസ്ത്രം എന്നുള്ളൊരു ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ പാകിയത്. അതിനാൽ അദ്ദേഹത്തെ ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. അപ്പോൾ കാണാതെ പഠിച്ചിരിക്കേണ്ട വൺ വേർഡൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ആരാണ് ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ്? ഗ്രിഗർ ജോഹൻ മെൻഡലാണ്. എന്താണ് ജനിതകശാസ്ത്രം? ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. ഇനി നമുക്ക് ഗ്രിഗർ ജോഹൻ മെൻഡലിനെ കുറിച്ച്, ഗ്രിഗർ മെൻഡൽ എന്ന് ചുരുക്കി പറയാം, അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ഗ്രിഗർ ജോഹൻ മെൻഡൽ 1822 ജൂലൈ 20 ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന വടക്കൻ മൊറാവിയയിലെ ഒരു ചെറിയ ഗ്രാമമായ ഹൈൻസിസിലാണ് ജനിച്ചത്. ബ്രൂണിലെ അഗസ്തീനിയൻ ആശ്രമത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം 1847 ഒരു പുരോഹിതനായി. 1851 1853 ഇടയിൽ വിയന്ന സർവകലാശാലയിൽ നിന്ന് ഭൗതികശാസ്ത്രം, ഗണിതം, പ്രകൃതിശാസ്ത്രം എന്നിവയിൽ പഠനം നടത്തുകയും ശാസ്ത്രീയമായി ഡാറ്റ വിശകലനം ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഗ്രിഗർ ജോൺ മെൻഡൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണുന്ന ചിത്രത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എന്താണ്? തോട്ടപ്പയർ എന്ന് പറയുന്ന ഒരിനം പയറാണ്. അതിലാണ് ഈ ഇത് നടത്തിയിട്ടുള്ളത്, എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്. 1856 മെൻഡൽ തൻ്റെ ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ തോട്ടപ്പയർ ചെടികളിൽ പൂക്കളുടെ നിറം, വിത്തിൻ്റെ ആകൃതി തുടങ്ങിയ 7 പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. പരീക്ഷണ ഫലങ്ങളുടെ വിശകലനത്തിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങളുണ്ടെന്ന് വിശദീകരിക്കുകയും അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. അതായത് ഈ പയർ ചെടി ഉണ്ടല്ലോ, പയർ ചെടീൻ്റെ 7 സ്വഭാവങ്ങൾ, ഈ പയറിൻ്റെ ചെടീൻ്റെ വലിപ്പം, നിറം, ആകൃതി എന്നിവ പോലെയുള്ള 7 സ്വഭാവങ്ങൾ എടുത്തു. അത് ഒരു ജോഡി സ്വഭാവങ്ങൾ ഓരോന്ന്, ഇപ്പോൾ വലിപ്പമാണെങ്കിൽ ചെറുത്, വലുത്, റിങ്കിൾഡ്, റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്തു? വ്യത്യസ്ത സ്വഭാവങ്ങൾ എടുത്തു. ആ ജോഡി ഘടകങ്ങളെ വിശദീകരിക്കുകയും അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. ജീനുകൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ ഘടകങ്ങളാണ്. ആ ഘടകങ്ങളാണ് പിന്നീട് ജീൻ എന്ന് അറിയപ്പെട്ടത്. ഗ്രിഗർ മെൻഡലിൻ്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ നിയമങ്ങൾ. അതായത് നമ്മുടെ
പാരൻസിൽ നിന്ന് നമുക്ക് ആ സ്വഭാവം എങ്ങനെയാണ് കിട്ടിയതെന്നാണല്ലോ ഗ്രിഗർ ജോൺ മെൻഡൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ നിയമത്തെ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. 1865 തൻ്റെ കണ്ടെത്തലുകൾ ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു. അടുത്ത വർഷം സസ്യസങ്കരണങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം മെൻഡലിൻ്റെ കണ്ടെത്തലുകളെ അവഗണിക്കുകയും ചെയ്തു. 1884 ഗ്രിഗർ മെൻഡൽ അന്തരിച്ചു. അതായത് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും അന്നുള്ള ആളുകൾ അംഗീകരിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഇത് കൂടുതൽ ഇതിന് പോപ്പുലാരിറ്റി കിട്ടിയത്. 1900 അദ്ദേഹത്തിൻ്റെ മരണത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞനായ ഹ്യൂഗോ ഡിവ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാർക്ക് എന്നിവർ മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും ഇതോടെയാണ് ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. വിവിധ ശാസ്ത്രകാരുടെ അനവധി സംഭാവനകളിലൂടെ ഏറ്റവും വിപുലമായ ശാസ്ത്രശാഖയായി ജനിതകശാസ്ത്രം പിന്നീട് വളർന്നു വരികയും ചെയ്തു. അതായത് ചുരുക്കി പറഞ്ഞാൽ ജനിതകശാസ്ത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഗ്രിഗർ ജോൺ മെൻഡൽ. അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നീട് ഹ്യൂഗോ ഡിവ്രീസും കാൾ കോറൻസും എറിക് വോൺ ഷെർമാക്കും എന്ത് ചെയ്തു, ജനിതകശാസ്ത്രത്തിൻ്റെ പോപ്പുലാരിറ്റി കൂട്ടിയെടുത്തു, അതിനെ കൂടുതലായിട്ട് വിപുലീകരിക്കുകയും ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെൻഡലിൻ്റെ പരീക്ഷണങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു സോ മച്ച്.